രമ്യ സനീഷ് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല, എന്താ ചെയ്യുക ഒന്ന് പറയുമോ എന്നാണ് ചോദ്യം. പല പല കാര്യങ്ങളിലേക്കും നമുക്ക് ഇതേ ഒരു കൺഫ്യൂഷൻ വരാറുണ്ട് അല്ലേ? നമ്മളൊരു ഡിസിഷൻ എടുത്താൽ ശരിയാവുമോ പാളിപ്പോകുമോ, രണ്ടഭിപ്രായം വരാറുണ്ട് ചില സന്ദർഭങ്ങളിൽ. നമുക്ക് അതാണോ ശരി അതോ ഇതാണോ ശരി, ഇതിനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അല്ല അതാണോ വേണ്ടത്, ഇങ്ങനെയുള്ള പല പല സന്ദർഭങ്ങളും ജീവിതത്തിൽ നമ്മൾക്ക് കടന്നു പോവാറുണ്ട് അല്ലേ? ആ ഒരു സമയത്ത് നമ്മൾ നന്നായിട്ട് നാമം ജപിച്ച് ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ തന്നെ ആ ഒരു തീരുമാനം വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതെങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമുക്കിപ്പോൾ നാളെ ഇന്ന സ്ഥലത്തേക്ക് പോകണം. അത് പോകണോ പോകണ്ടേ അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരികയാണെങ്കിൽ നമ്മൾ ഇത് രണ്ടും ഒരു പേപ്പറിൽ എഴുതി നറുക്കിട്ട് നോക്കിയാൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള തീരുമാനം എന്ന് നമുക്ക് കിട്ടും. ഇങ്ങനെ പറയുന്ന സമയത്ത് പല ആളുകളും നമുക്കിഷ്ടമുള്ള ഉത്തരം കിട്ടുന്നത് വരെ നറുക്കിട്ട് നോക്കാറുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കേട്ടോ. ഒറ്റത്തവണ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ നറുക്കിട്ട് നോക്കുക. കിട്ടുന്ന തീരുമാനം എന്തായാലും അത് സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാവുക. ഗുരുവായൂരപ്പന് വിട്ടുകൊടുക്കുക നിങ്ങളുടെ ഓരോ തീരുമാനവും. ജീവിതത്തിൽ ഉയർച്ചയും വിജയവും ഉണ്ടാവാൻ ഇതിൽ പരം മറ്റൊരു കാര്യവും ചെയ്യാനില്ല കേട്ടോ. കാരണം ഭഗവാൻ കാണിക്കുന്ന വഴിയിലൂടെ പോയാൽ ദുർഘടങ്ങൾ എന്തെല്ലാം എന്തെല്ലാം ഉണ്ടായാലും അത് ഭഗവാൻ തന്നെ നീക്കിത്തരും എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണം അർജുനനാണ്. അർജുനന്റെ സാരഥിയായ ഭഗവാൻ കാണിച്ചു കൊടുക്കുന്ന വഴി, അല്ലെങ്കിൽ ഭഗവാൻ നയിക്കുന്ന വഴിയിലൂടെ തന്നെയാണ് അർജുനന്റെ തേര് പോയിരുന്നത്. അവസാന വിജയം ആർക്കായിരുന്നു ഉണ്ടായിരുന്നത്? അനേകം ദുർഘടങ്ങൾ വന്നു ഭവിച്ചെങ്കിലും ഒന്നും തന്നെ പരാജയത്തിലേക്ക് നയിക്കാതെ കൊണ്ടുപോവാൻ സാധിച്ചത് പാർത്ഥസാരഥിക്ക് തന്നെയാണ്. അതുപോലെ നാം ഓരോരുത്തർക്കും ജീവിത വിജയം ഉണ്ടാവാൻ ഭഗവാനെ ഏൽപ്പിക്കൂ, ഭഗവാനെ ശരണം പ്രാപിക്കൂ, പാർത്ഥസാരഥിയെ ഏൽപ്പിച്ചു കൊടുക്കൂ കേട്ടോ.